ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഒക്കെ. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടി ഇന്ന് കന്യാകുമാരിയിലോട്ട് പോവാണ്. ഈ ഒരു യാത്രയിൽ നമ്മൾ കന്യാകുമാരിയും പിന്നെ അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പോയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 9:25 ട്രെയിനിലാണ് നമ്മൾ കന്യാകുമാരി പോകുന്നത്. ഞങ്ങളെല്ലാവരും റെഡിയായി നേരെ നമ്മുടെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി. അമ്മ അതേ ഒരു കിളീനെ കണ്ടപ്പോൾ എൻ്റെ പിന്നാലെ ഓടുകയാണ്. കിളിയുടെ പിന്നാലെ പോയിട്ട് കിളീൻ്റെ പാട്ടിനും പോയി, അമ്മ അമ്മയുടെ പാട്ടിനും പോയി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അമ്മ കിളീനെയും നോക്കി ദേ കിളി പറന്നു പോകണമെന്ന് നോക്കി ഇരുന്നു. അങ്ങനെ കാത്തിരികൾക്കൊടുപ്പിൽ നമ്മുടെ ട്രെയിൻ വന്നു. ട്രെയിനിലെ യാത്ര തുടങ്ങി. ഈ കന്യാകുമാരി യാത്രയുടെ വിശേഷം നിങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ? ഒന്നുമില്ല, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പോകണമെന്ന്. അമ്മയുടെ അച്ഛൻ്റെയും പ്രത്യേകിച്ച് ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും നാളെ അമ്മയുടെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്, 29ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ കന്യാകുമാരിയിലോട്ട് പോകാം, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പോകാം എന്നാണ് നമ്മുടെ പ്ലാൻ. കുറേ ദൂരത്തിന് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇരണിയൽ പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. ഇപ്പോൾ നമ്മൾ ഏകദേശം തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു തിരുവനന്തപുരത്തിന് കുറച്ച് അപ്പുറത്ത്, അതായത് ഈ ഇരണിയൽ ഈ പോർഷനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗി വളരെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലക്കാടും കൂടുതൽ ഇതുപോലെ തെങ്ങുകളും വാഴകളും ഒരുപാടുണ്ട്. എനിക്കെന്തോ അതിനോടൊരു ഇതായിട്ട് അങ്ങനെ അവസാനം നമ്മൾ കന്യാകുമാരി എത്തി. കന്യാകുമാരി സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇറങ്ങിയിട്ട് വേണം ഒരു ഭക്ഷണമൊക്കെ. സമയം ഏകദേശം 2:45 അപ്പം നമ്മളിവിടെ ലാൻഡ് ചെയ്തു. അങ്ങനെ ആ കാണുന്ന ഫ്രണ്ടിലെ ബിൽഡിംഗ് ആണ് നമ്മുടെ കന്യാകുമാരി സ്റ്റേഷൻ. കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണ്, വലിയ വൃത്തിയൊന്നും കാണുന്നു. ഞാൻ എന്തായാലും ഇപ്പം ഇന്നിവിടെ വന്ന് വിമർശിക്കാനല്ല, ഇവിടുത്തെ യാത്രകളെയും കാഴ്ചകളെയും ഇഷ്ടപ്പെടാൻ അങ്ങനെ നടന്ന് നമ്മളൊരു ഹോട്ടലിലെത്തി. ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് വേണം ഇനി പോയി റൂം എടുക്കാൻ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ റൂം എടുത്തേക്കാണ്. തൊട്ട് ബീച്ചിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റൂം കിട്ടി. നല്ലൊരു വ്യൂവും നല്ല കാറ്റും. ഈ കാണുന്നത് 3 കടലുകളാണ് കേട്ടോ. ത്രിസംഗമം ഇവിടെയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ കുറച്ചു നേരം കടലൊക്കെ നോക്കിയിരുന്ന് ഇനി ഞങ്ങളൊന്ന് വെളിയിലോട്ട് ഇനി അമ്പലങ്ങളിലൊന്നും കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് ഉമ്മറത്ത് പോയി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതാണ് ശരിക്കും കന്യാകുമാരി അമ്മൻ ക്ഷേത്രം വരുന്നത്. ഇനി നമ്മൾ നേരെ കുറച്ചു നേരം ബീച്ചിലൊക്കെ പോയി റെസ്റ്റ് ചെയ്തിട്ട് വരാം.